മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ എനർജി ഒന്ന് ടാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ എനർജി നിങ്ങളുടെ പ്രസൻസ് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഹൈപ്പും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതെ, ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം ഈ റീഡിങ്ങിലുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ച് പോകാത്തത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോകാത്തത്, എപ്പോഴും നിങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ കാമായിട്ട് എന്താ പറയുക ഇത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം. നിങ്ങളിൽ എന്താണ് ഈ പേഴ്സൺ സ്പെഷ്യലായിട്ട് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നർ ഹീലറാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആശ്വാസവാക്കാണ്, അല്ലെങ്കിൽ ആശ്വാസകരമായിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു സ്വഭാവ രീതി, നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആശ്വാസവാക്ക്, ആശ്വാസകരമായിട്ടുള്ള സംസാരം, ഇതൊക്കെയാണ് നമുക്ക് സ്പെഷ്യലായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പക്ഷെ ഇത് മനസ്സിലായിട്ടില്ലായിരിക്കാം, പക്ഷെ ഈ പേഴ്സണ് അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സമാധാനിപ്പിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണെ സേഫ് ആക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ട്, സമാധാനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അംഗീകാരമാണ്. കാരണം ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു ഹീലറാണ്, നിങ്ങൾ സമാധാനം തരുന്ന വ്യക്തികളാണ് എന്ന് പറയണമെങ്കിൽ എത്രമാത്രം നിങ്ങളുടെ സ്വഭാവം അവരുടെ മനസ്സിൽ കയറിയിട്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കുന്നത്, അവരെങ്ങനെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഹീലിംഗ് എനർജിയാണ് നിങ്ങളുടെ ഭാഗം. നിങ്ങൾക്കൊരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ പറ്റും, അച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ പറ്റും, ഒരു ചേട്ടൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ അനിയത്തിയുടെയോ ചേച്ചിയുടെ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ അത്രയും ഒരു പഴക്കം ചെന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ ആയിട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നുള്ളൊരു സോളായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. അത്രയും ഒരു ഹീലറായിട്ടാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുന്നത് ട്രൂ ലവ് ആണ്. കാരണം ഈ പേഴ്സൺ കണ്ടതിൽ വെച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, നമ്മൾ പറയില്ലേ ആത്മാർത്ഥതയുള്ള ഒരു പ്രണയബന്ധമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ടുള്ളത് മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ടുള്ള ആ ഒരു തുടക്കം, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള പ്രണയബന്ധം, അത് ഈ പേഴ്സണ്, കാരണം ഈ പേഴ്സണ് ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു, ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഓപ്ഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരിക്കലും മറ്റുള്ള ഓപ്ഷൻസിലേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല, മറ്റുള്ള ഓപ്ഷൻസിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. നിങ്ങളിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് അത്രയും ഒരു വൈബ്രേഷൻസ്, നിങ്ങളായിട്ടുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത് അത്രയും ഈ പേഴ്സണ് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ പല പോരായ്മകൾ, പല ഇല്ലായ്മകൾ, പല തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ, അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ്
നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു പെർഫെക്റ്റ് കോംബോ ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത് ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നാച്ചുറലി നിങ്ങളുമായിട്ട് പോസിബിൾ ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ ലവിങ് മാൻ ആണ്. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുമായിട്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി വെക്കാനോ മാറ്റി നിർത്താനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻസ് ആണ്. എപ്പോഴും സ്നേഹിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എപ്പോഴും സ്നേഹം തന്നെയാണ് ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുക അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളോട് സ്നേഹം കാണിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഈ വ്യക്തിക്കുള്ളത്. അതാണ് ദ ലവിങ് മാൻ എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കുറച്ച് ചാലഞ്ചിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ദൂരെ ആയിരിക്കാം ജീവിക്കുന്നത്, ദൂര സ്ഥലങ്ങളിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ ഒരു എന്താ പറയുക ഒരു അകൽച്ച ഉണ്ടാകാം. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അത് പരിഹരിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇമോഷണലി കണക്റ്റഡ് ആകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇമോഷണൽ പരമായിട്ട് നല്ല രീതിയിലുള്ള കണക്ഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം മതിയായിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയായി മാറണം, നിങ്ങളോടൊപ്പം ജീവിക്കണം, നിങ്ങളുമായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യണം, നിങ്ങളുടെ മനസ്സറിയണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം, എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പല കാര്യങ്ങളും ഈ പേഴ്സൺ ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒതുക്കി പിടിക്കാനായിട്ട്, അതായത് ആ ഒരു പ്രശ്നം പരിഹരിക്കാതെ എങ്ങനെയെങ്കിലും ഒതുക്കി പിടിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചിരുന്നത്. പക്ഷെ ഇനി ഈ പേഴ്സൺ അതിനല്ല താല്പര്യപ്പെടുന്നത്, ബാലൻസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം എന്താണോ പ്രശ്നങ്ങൾ അതിനെ പരിഹരിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു ഒത്തുതീർപ്പിലൂടെ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു ബാലൻസിങ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഒരു ബാലൻസിങ് എനർജി. മനസ്സിലായോ? അതായത് ഈ ഒരു വ്യക്തി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാലും കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ, അതായത് ഒരു ഇതിൽ താഴ്ത്തു പോകുന്നുണ്ട്, മറ്റേ വശം പൊങ്ങുന്നുണ്ട്. പക്ഷെ അതൊരു ബാലൻസിൽ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടും സമതുല്യമായിട്ട് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രേരണ നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ നിമിഷങ്ങളാണ്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ചെലവഴിച്ചിട്ടുള്ള സമയമാണ് നിങ്ങളുമായിട്ട് ചെലവഴിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തിക്ക് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു സ്വപ്നം അത് ഒരിക്കലും ഈ വ്യക്തിക്ക് വേറെ ആരിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടത്തില്ല. അത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു സന്തോഷം, ആ ഒരു മെന്റൽ കണക്ഷൻ, നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ അത് ഈ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് തന്നെയാണ് ഈ പേഴ്സണെ കൂടുതലും നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട്, നിങ്ങളിലേക്ക് വീണ്ടും ഒരു കാന്തിക ശക്തി പോലെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിംഗ് ആണ്. അപ്പോൾ
അതായത് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രയും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത്രയും റൊമാൻറ്റിക് ഫീലിംഗ് ആണ് ഈ പേഴ്സണ് നിങ്ങളോട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. അതെ, റീട്രീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ചുറ്റുപാടുമുള്ള ശല്യങ്ങൾ കൊണ്ടായിരിക്കണം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കണം ഈ പേഴ്സണ് നിങ്ങളിലേക്ക് മാത്രം വരാനായിട്ട് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതായത് നിങ്ങളെ മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് പലപ്പോഴും സാധിച്ചിട്ടില്ല. മനസ്സിലായത്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ, മറ്റു പല സാഹചര്യങ്ങൾ, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുമായിട്ട് അത്രയും അങ്ങോട്ട് അടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഈ പേഴ്സണും നിങ്ങളും മാത്രം, നിങ്ങൾ രണ്ടുപേരും മാത്രം അടങ്ങുന്ന ഒരു ജീവിതം, ഒരു കുടുംബ ജീവിതം, ഒരു ലവ് ലൈഫ്, ഇതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവിടെ വേറെ ആരും വേണ്ട. ആ ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കപ്പോൾ കുറച്ച് ക്ലൂസ് എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് ക്ലൂസ്. യെസ്, സാജിറ്റേറിയസ് എനർജി കിട്ടിയിട്ടുണ്ട്. അതൊരു സോഡിയക് സൈൻ ആണ്. നമ്പർ 7. ജർമ്മനി കിട്ടിയിട്ടുണ്ട്. നമ്പർ 22. ബൈക്ക് റൈഡ്, ലിപ്സ്, റെയിൻബോ, മഴവില്ല് കാണുന്നുണ്ടാവും. ക്യാൻസർ സോഡിയക് സൈൻ ആണ്. സൺസെറ്റ്, ടോറസ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ എനർജി തന്നിട്ട് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി പ്രസൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.